ഹായ് ദിസ് ഈസ് സൂപ്പർ 30. നമ്മൾ ലോസ് ഓഫ് മോഷനിലെ 16ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രോപ്പർ വഴി കൂടെ ചെയ്യുകയാണെങ്കിൽ കുറേ സമയം എടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ ഒരു എളുപ്പ വഴി കൂടെ ഒരു സൂപ്പർ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് നോക്കണം. ആദ്യം അല്ലേ നോക്കാം. ഇവിടെ നമുക്ക് M2 M3 4 kg തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സർഫസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു സർഫസ്, എല്ലാ സർഫസിൻ്റെയും കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബ്ലോക്സ് ആർ മൂവിങ് ലെഫ്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഈ ബ്ലോക്കുകളൊക്കെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അങ്ങനെയെങ്കിൽ ഫൈൻഡ് M1. ഈ മാസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ ചോദ്യമല്ലേ? ശ്രദ്ധിക്കാം, പൊളിയായിട്ട് ചെയ്യാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സുകളും മാർക്ക് ചെയ്യുക. ടെൻഷൻ മാർക്ക് ചെയ്യേണ്ട. ടെൻഷൻ ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സുകൾ മാർക്ക് ചെയ്യാം. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണം. വെയിറ്റ് എന്തായിരിക്കും? M1G. ഇനി നമുക്ക് ഈ ഒരു ബ്ലോക്കിനെ നോക്കുന്ന സമയത്ത് ഈ ബ്ലോക്കിൻ്റെ മേലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഈ ഒരു കാര്യം പറയുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇങ്ങനൊരു തീറ്റ ആംഗിളായിട്ടുള്ളൊരു സ്ലോപ്പിൽ ഒരു ബോക്സ് ഇരിക്കുകയാണെങ്കിൽ, മാസുള്ള ബോക്സോ ബ്ലോക്കോ ഇരിക്കുകയാണെങ്കിൽ ഇതിന് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യും, mg. ഈ വെയിറ്റിന് നിങ്ങൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 കമ്പോണൻറ്റ് കിട്ടും. ഈ രീതിയിൽ 2 കമ്പോണൻറ്റ് കിട്ടും. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. അത് മാത്തമാറ്റിക്കലി നമുക്ക് കാണിക്കാൻ പറ്റും. നിങ്ങളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് തീറ്റയാണെങ്കിൽ തീറ്റയായിരിക്കും. തീറ്റയോട് ചേർന്ന ഈ കമ്പോണൻറ്റ് എപ്പോഴും mg കോസ് തീറ്റ ആയിരിക്കും. ഈ ഒരു കമ്പോണൻറ്റ് എന്തായിരിക്കും? ഇത് mg സൈൻ തീറ്റ ആയിരിക്കും. നമ്മളൊരു സ്ലോപ്പിൽ ബ്ലോക്ക് വയ്ക്കുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഒഴുകി വരാനായിട്ടുള്ള കാരണം എന്താ? വെയിറ്റിൻ്റെ mg സൈൻ തീറ്റ അതിനിങ്ങോട്ടേക്ക് ഒഴുക്കാനായിട്ട് നോക്കും. ക്ലിയർ? ഒഴുകാൻ സഹായിക്കുന്നത് mg സൈൻ തീറ്റയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു 37 ഡിഗ്രിയിൽ ഈ ബ്ലോക്ക് ഇരിക്കുമ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് ഒഴുകാനായിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്താ? ഇവിടെ mg സൈൻ തീറ്റ, ഇവിടെ M2G സൈൻ 37. ഇത് എത്രയായിരിക്കും? M2G സൈൻ 37. ഓക്കെ, അതിൻ്റെ വാല്യൂ കൂടെ നമുക്കൊന്ന് എഴുതിയാൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ M2ൻ്റെ വാല്യൂ 4 ആണ്. സോ 4 ഇൻറ്റു ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കുക. സൈൻ 37 എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ട്രയാങ്കിളാണ്. 37, 53, 90. ഇങ്ങനത്തെ ട്രയാങ്കിൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്നാണ് പറയുക. 37 ഓപ്പോസിറ്റുള്ള സൈഡ് എപ്പോഴും 3 ആയിരിക്കും. 53 ഓപ്പോസിറ്റ് 4, 90 ഓപ്പോസിറ്റ് 5 അടയാളപ്പെടുത്തിയിട്ട് ഈ ട്രയാങ്കിൾ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുക. ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ 37ൻ്റെ വാല്യൂ പറയാം. സൈൻ 37 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്താണ് കിട്ടുക? 3/5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ 10, 5, 2 ടൈംസ് അല്ലേ? നമുക്ക് എത്ര കിട്ടി? 4 ഇൻറ്റു ശരിയുള്ള 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24 എന്ന് കിട്ടി. യെസ് ഓർ നോ? mg സൈൻ 37 ഈ ഒരു ഫോഴ്സ് 24 എന്ന് കിട്ടി. 24 ന്യൂട്ടൺ. ക്ലിയർ? ഓക്കെ. ഇനി ഇതിൻ്റെ മേൽ വേറെ ഏതെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യണ്ടോ സാർ? ശ്രദ്ധിക്കാം. എടാ, ഈ ബ്ലോക്കുകളൊക്കെ ആക്ച്വലി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം അല്ലേ? ആക്ച്വലി ഇങ്ങോട്ടേക്ക് ഒരു ടെൻഡൻസി ഉണ്ട് വെയിറ്റ് കാരണം. അതൊക്കെ ആക്ച്വലി മൂവ് ചെയ്യണത് എങ്ങോട്ടേക്കാണ്? ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഈ ബ്ലോക്ക് മൂവ് ചെയ്യുമ്പോൾ സർഫസിലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ. ഫ്രിക്ഷൻ പറയും അങ്ങോട്ടേക്ക് പോവല്ലേ, ഇങ്ങോട്ടേക്ക് വരൂ. ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ. ഈ സർഫസിൽ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇവിടെ ഇതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യും. സാർ ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എടാ, ഫ്രിക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മ്യൂ ഇൻറ്റു എൻ ആണ്. മ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സർഫസിലെ മ്യൂ 0.25. അതിന് ഞാൻ 1/4 എന്ന് എഴുതട്ടെ. ശരി. എൻ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, ഇവിടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് നമുക്ക് ഇതേ കാര്യത്തിൽ തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ എൻ്റെ വെയിറ്റ് താഴ്ത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് M2G. അതിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇതാണ് അല്ലേ? സൈൻ കമ്പോണൻറ്റ്. ഇതിനൊരു കോസ് കമ്പോണൻറ്റ് കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ കോസ് കമ്പോണൻറ്റിൽ ഈ കോസ് കമ്പോണൻറ്റ് അത് ഇവിടെ പറയാം. ഈ mg കോസ് തീറ്റ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷേ ഇത് ബ്ലോക്ക് ഈ സർഫസ് പൊളിച്ചിട്ട് താഴത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല സാർ. അതിനർത്ഥം ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? ഇതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ സർഫസുകളിൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് mg കോസ് തീറ്റയോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഫോഴ്സ് എന്താ? ഇത് M2G കോസ് 37. അപ്പോൾ ഇവിടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെ തന്നെ ഒരു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോർമൽ റിയാക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുക?
M2 G cos 37. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം 1/4 ഇൻറ്റു M2ൻ്റെ വാല്യൂ എത്ര 4, ജിയുടെ വാല്യൂ 10, cos 37 ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. cos 37 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5, 4ഉം 4ഉം പോയി, പിന്നെ ബാക്കി എന്തുള്ളത് 10/5 2, 2 ഇൻറ്റു 4 8. ഇവിടുത്തെ ഫ്രിക്ഷൻ എത്രയാണ് 8 ന്യൂട്ടനാണെന്ന് കിട്ടി. ക്ലിയർ ശരി. ഓക്കെ സാർ ടെൻഷൻ അടയാളപ്പെടുത്തേണ്ട വേണ്ട, അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എക്സ്റ്റേണൽ ഫോഴ്സുകൾ മാത്രം അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഈ ഒരു ബ്ലോക്ക് കൂടിയാണുള്ളത്. ഈ ബ്ലോക്കിൻ്റെ മേലെ നോക്കിയേ, ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ലേ? യെസ് സാർ. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ സർഫസിലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോകണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ പറയും അല്ലേ? ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ. ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. ഈ ഫ്രിക്ഷൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക സാർ? മ്യൂ ഇൻറ്റു എൻ. എല്ലാ സർഫസിലും മ്യൂവിൻ്റെ വാല്യൂ 0.25. അപ്പോൾ നമ്മൾ 1/4 എന്ന് എടുത്തു 0.25 ഇൻറ്റു ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്താണ് സാർ? ഇവിടെ നോക്കി, ഇതൊരു എന്താ പറയുക ഹൊറിസോണ്ടൽ സർഫസ് ആണ് അല്ലേ? ഇവിടെ ഇത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഇവിടെ വെയിറ്റ് എന്ത് ചെയ്യും? താഴത്തേക്ക് M3G ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെയിറ്റ് കാരണം ഈ സർഫസ് പൊളിച്ച് താഴത്തേക്ക് പോയാൽ ഇല്ല സാർ. അതിനർത്ഥം ഇവിടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഈ M3Gയോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഇവിടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് M3Gയോട് ആയിരിക്കും ഈക്വൽ. അപ്പോൾ ഇൻറ്റു M3G വാല്യൂസ് ഇട്ട് കൊടുക്കുക. 1/4 ഇൻറ്റു M3യുടെ വാല്യൂ 4, ജിയുടെ വാല്യൂ 10, 4ഉം പോയി. ഇവിടെ ഫ്രിക്ഷൻ എത്ര ആയിരിക്കണം? 10 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ എല്ലാ ഫോഴ്സുകളും കണ്ടുപിടിച്ചില്ലേ? യെസ്. ഓക്കെ, ഇനിയാണ് മക്കളെ പരിപാടി. ഇനിയാണ് അടുത്ത പരിപാടി. ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിൻ മെത്തേഡ് എന്നാണ് പറയുക. ഈ സാധനങ്ങളുണ്ടല്ലോ ഞാനിങ്ങനെ നിവർത്തുകയാണ്. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണം? ഇതിങ്ങനെ നിവർത്തി വയ്ക്കാൻ പോവാണ്. ഒറ്റൊരു സർഫസിലേക്ക് എല്ലാവരും വയ്ക്കാൻ പോകും. ഒന്നാമത്തെ ബ്ലോക്കിന് വെച്ചു, M1നെ വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? M2നെ ഞാൻ ഇവിടെ വെച്ചു, M2നെ വെച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? M3നെ ഇവിടെ വെച്ചു. ഓക്കെ ക്ലിയർ? M1നെ ഇവിടെ വെച്ചു, M2നെ ഇവിടെ വെച്ചു, M3നെ ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇവരെ മേലുള്ള ഫോഴ്സുകളൊക്കെ അങ്ങോട്ടേക്ക് അതേ ഡയറക്ഷനിൽ അടയാളപ്പെടുത്തുക. ഇവിടെ ഇങ്ങനെയല്ല, നോക്കി ഇങ്ങനെ നിവർത്തി വെച്ചു. അപ്പോൾ M1G എന്ത് ചെയ്യും? ഇതിങ്ങനെ നിവരുമ്പോൾ M1G എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് M1G അല്ലേ? M1G എന്ന് പറയുമ്പോൾ ജിയുടെ വാല്യൂ 10, സോ 10M1 ശരിയല്ലേ? ഇനി നോക്കി ഈ രണ്ട് ഫോഴ്സുകൾ നോക്കി. M2ൻ്റെ മേൽ ഇങ്ങോട്ടേക്ക് 2 ഫോഴ്സ് ഉണ്ട്. ഒരു ഫോഴ്സ് എത്രയാണ്? 24 ന്യൂട്ടൺ. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ട്രസ്റ്റ് മീ, ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഇങ്ങോട്ടേക്കുള്ളത് പിന്നെ ഫ്രിക്ഷൻ്റെ ഒരു 8 ന്യൂട്ടൺ സംഭാവന ഉണ്ട് അല്ലേ? ഇനി M3യുടെ മേലൊരു ഫ്രിക്ഷൻ്റെ 10 ന്യൂട്ടൺ ഉണ്ട്. ഇത്രയും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് മുത്തുമണികളെ, ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഞാൻ വീണ്ടും പറയാണ്, അടിപൊളി മെത്തേഡ് തന്നെയാണത്. എന്നൊക്കെ ഉറപ്പാണ്. ശ്രദ്ധിക്കുക. അടുത്ത പരിപാടി ശ്രദ്ധിച്ചാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ഇവർ പോകുന്നത് അല്ലേ? ശ്രദ്ധിക്കുക, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുകയാണ്, അതല്ലെങ്കിൽ ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. ഈ രണ്ട് കണ്ടീഷനിൽ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. ഓക്കെ, രണ്ടും കോൺസ്റ്റൻ്റ് ആയാലും റെസ്റ്റ് ആയാലും നമ്മൾ അതിന് ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഇക്വിലിബ്രിയത്തിൽ എന്താ സാർ പ്രത്യേകത? എഫ് നെറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ് സാർ സാധനം? എഫ് നെറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്, ഇതൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് മോനെ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സസ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ സെയിം ആയിരിക്കും. കാരണം എന്താണ് സാർ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യുക. ഈ സൈഡിലേക്ക് എന്താ ഉള്ളത്? ഇവിടേക്ക് ഇവിടെ എഴുതിട്ട് ഞാൻ 10M1 ഉണ്ട് അല്ലേ? ഈക്വൽ ടു അങ്ങോട്ടേക്കുള്ളത് എന്താ? 24 + 10 34 + 8 എത്രയാണ് കിട്ടുക? 42 എന്നല്ല കിട്ടുക? യെസ് ഓർണോ? ശരിയല്ലേ? 42 കിട്ടും. അപ്പോൾ M1 എത്രയാണ് സാർ? M1 എന്ന് പറഞ്ഞാൽ 42/10. ആരോടും പറയണ്ട, 4.2 kg. ദിസ് ഈസ് ദ ബെസ്റ്റ് ട്രിക്കടാ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.